നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ആദ്യത്തെ യൂണിറ്റായ ടെൻഡർ ടച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ടെൻഡർ ടച്ച്. ആൻഡ് ലുക്ക് അറ്റ് ദ പിക്ചർ. നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്താ കാണുന്നേ? നിങ്ങൾ പോലെയുള്ള കുറച്ച് കുട്ടികളുണ്ട് അല്ലേ? എന്ത് ചെയ്യുക? ഓടുകയാണ്. കൂട്ടത്തിൽ ഒരാൾ വീണ് മുട്ടൊക്കെ പൊട്ടി ചോര വന്നിട്ടുണ്ട് അല്ലേ? ആൻഡ് ഒരു കുട്ടിയെ അവന് അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓട്ട മത്സരത്തിനിടയിലോ വേറെ എന്ത് മത്സരങ്ങൾക്കിടയിലോ വീണ് മുറിവ് പറ്റി നിങ്ങളുടെ കൂടെയുള്ള ആള്, നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നിട്ടുണ്ടോ? അതോ അവനവിടെ കിടക്കട്ടെ, ഞാൻ ഓടി ആദ്യം ഫസ്റ്റ് മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാം എന്ന് കരുതി ഓടിപ്പോയവരാണോ കൂടുതലും? എങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ കൂട്ടുകാർ? ഇതുപോലെയാണോ? ഈ കുട്ടിയെ പോലെ ആണോ? ഒന്ന് പറഞ്ഞേ. ആണോ? ആയിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? അപ്പോൾ ഒരാൾ മുറിവേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അത് കണ്ടില്ല എന്ന് വെച്ച് പോകാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല അല്ലേ? ഞാൻ നോക്കി, അതിൻ്റെ താഴെ ഒരു കോട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുള്ളതാണ്? മദർ തെരേസ അല്ലേ? പാവങ്ങളുടെ അമ്മയെന്നും അഗതികളുടെ അമ്മയെന്നും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് മദർ തെരേസ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട് ടു ലവ്. നിങ്ങളുടെ കൈകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു സെർവ്, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളതാണ്. ആൻഡ് ഹാർട്ട് ടു ലവ്, നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇങ്ങനെ മുറിവേറ്റിരിക്കുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കുക? ഒരു ടെൻഡർ ടച്ച് കൊടുക്കുക. ഒരു ടെൻഡർ ടച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോഫ്റ്റ് ടച്ച്, മൃദുവായ ഒരു സ്പർശം. നമ്മൾ കൂടെ ഉണ്ട് എന്ന് അവരെ ബോധിപ്പിക്കുന്ന, വിശ്വസിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ അവരെ കൂടെ നിൽക്കുക. വേറെ ഒന്നും വേണ്ടി വരില്ല. അതിനാണ് ടെൻഡർ ടച്ച് എന്ന് പറയുക. ഈ പാഠത്തിലും നമുക്ക് ഇതുപോലെ ഒരു കുട്ടി മറ്റൊരു കുട്ടിക്ക് നൽകിയ ഒരു ടെൻഡർ ടച്ചിൻ്റെ കഥയാണ് പറയാനുള്ളത്. നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഈ പാഠത്തിൽ നമ്മൾ കാത്തിരിക്കുന്നതെന്ന്. ആൻഡ് ഇറ്റ്സ് എ കർട്ടൻ റേസർ. നോക്കിയേ, 2 പടമുണ്ട്, 2 ചിത്രങ്ങളുണ്ട്. ആൻഡ് 2 സിറ്റുവേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ഒരു കുട്ടി, നിങ്ങൾ തന്നെ നോക്കിയേ, കുറച്ച് പക്ഷികളെ എന്ത് കൊടുക്കുകയാണ്? ഫുഡ് കൊടുക്കുകയാണ് പക്ഷികൾക്ക്. ആ പക്ഷികളൊക്കെ അവളെ പേടിച്ച് പറന്നു പോവുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ? എല്ലാവരും വന്ന് വളരെ സ്നേഹത്തോടെ അവളുടെ അടുത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് പിക്ചർ. 3 കുട്ടികളാണ്. അവരെന്താ കാണിക്കുന്നേ? 2 പേര് മറ്റൊരു കുട്ടിയുടെ നേരെ ചെളി തട്ടി തെറിപ്പിച്ചിട്ട് കളിക്കുകയാണല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയത്? നല്ല ഒരു പ്രവൃത്തിയായിട്ട് തോന്നിയത് ഏതാണ് ഇതിൽ? ഓഫ് കോഴ്സ് വി ലൈക്ക് ദിസ് അല്ലേ? ഇതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത്. ഇങ്ങനെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? കാണൂല്ലേ? ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിക്ചർ തന്നെ ആയിരിക്കും. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ്, നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? നോക്കാം. ഒരു പിക്ചറുണ്ട്, ഒരു അമ്മയുണ്ട് ആൻഡ് എ ഗേൾ അല്ലേ? ഒരു പെൺകുട്ടിയുണ്ട്. ആൻഡ് വാട്ട് വാസ് ഷി ഡൂയിങ്? എന്താ അവൾ ചെയ്യുന്നേ? യാ, ഷി വാസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയാണല്ലേ? അമ്മ എന്ത് ചെയ്യുക? നമ്മളെല്ലാവരും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ കിടന്ന് ഉറങ്ങും. അമ്മമാർ വന്ന് നമ്മളെ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിക്കും. നമ്മൾ വീണ്ടും കിടക്കും. വീണ്ടും നമുക്ക് അടിയൊക്കെ കൊണ്ട് എഴുന്നേൽക്കുന്നവർ കാണുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പം ഈ കുട്ടി അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. അമ്മ അവളെ അടുത്തിരിപ്പുണ്ട്. അമ്മ വിളിക്കുകയാണില്ലേ അവളെ? എന്താണ് നോക്കാം. The morning sun peeped through the window. Sasha, Sasha, it's getting late, dear. Mother called Sasha in a soft voice. She was half asleep. Oh, Amma, let me sleep a little longer. No, dear, it's already late. Mother came in and gently patted her. Sasha got out of bed, rubbing her eyes. What's that smell? Lovely. She took a deep breath. She rushed to the kitchen. Mother followed her. അപ്പോൾ എന്താണ്? രാവിലെ ആയി. സൺ പീറ്റ് ത്രൂ ദ വിൻഡോ. സൂര്യൻ എന്താണ്? ജനലിൽ ഇങ്ങനെ അകത്തൊക്കെ കയറി, എൻ്റെ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറുന്നുണ്ട്. രാവിലെ ആയെന്ന് മനസ്സിലായി. അപ്പോൾ അമ്മ വിളിക്കുകയാണ്, സാഷ, സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. മോളെ എഴുന്നേക്ക്, താമസിക്കുകയാണ്, സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നമ്മളെല്ലാവരും രാവിലെ നമ്മളെ വീട്ടിൽ നടക്കുന്ന പരിപാടിയാണല്ലേ ഇത്. അമ്മമാർ ഇങ്ങനെ വിളിക്കും, നമ്മളൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിടന്നുറങ്ങും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ സാക്ഷി.
ഷി വാസ് ഹാഫ് അസ്ലീപ്. അവളിങ്ങനെ ഉറക്കം വിട്ട് മാറുന്നതേ ഉള്ളൂ, പൂർണ്ണമായിട്ടും ഉറക്കമൊന്നും മാറിയിട്ടില്ല. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അവൾ എന്താ പറയുന്നത്? നമ്മളെ പോലെ തന്നെ ഒരു മടിച്ചിയാണ്. അവൾ എന്താ പറയുന്നത്? ഓ അമ്മ, ഞാൻ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. മദർ കെയിം ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റഡ് ഹർ. അമ്മ അകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, യോ മോളെ, ഇനി ഉറങ്ങിയാൽ പറ്റത്തില്ല, സമയം പോയി എന്ന് പറഞ്ഞ അമ്മ അവളെ പതുക്കെ എന്ത് ചെയ്യാണ്? തട്ടി വിളിക്കുകയാണ്. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹർ ഐസ്. സാഷ അങ്ങനെ വേറെ നിവർത്തിയില്ല, എഴുന്നേറ്റു. കണ്ണൊക്കെ ഇങ്ങനെ തിരുമി തിരുമി എഴുന്നേറ്റു. കണ്ണ് തിരുമി ബെഡിൽ എഴുന്നേറ്റിരുന്നപ്പോൾ അവൾക്ക് എന്തോ ഒരു സ്മെല്ല് വന്നു. ഓ, ഇറ്റ് വാസ് ലവ്ലി. ഭയങ്കര എന്താ സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് വന്നു. അവൾ ചോദിക്കുകയാണ്, ഓ വാട്ട്സ് ദ സ്മെൽ? എന്താ ഈ മണം? എവിടുന്ന് ഈ മണം വരുന്നേ? ഷി ടുക്ക് എ ഡീപ് ബ്രെത്ത്. അവൾ അത് എന്തിൻ്റെ മണമാണെന്ന് അറിയാൻ വേണ്ടി നല്ലൊരു ശ്വാസം ഇങ്ങനെ അകത്തോട്ട് എടുത്തു. ഷി റഷ് ടു ദ കിച്ചൺ. അവൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അവൾക്ക് എന്തിൻ്റെ മണമാണെന്ന് മനസ്സിലായി. ഷി സഡൻലി റഷ് ടു ദ കിച്ചൺ. അവൾ പെട്ടെന്ന് എങ്ങോട്ട് ഓടി? അടുക്കളയിലേക്ക് ഓടി. മദർ ഫോളോഡ് ഹർ. അമ്മ എന്ത് ചെയ്തു? അവളെ പിന്തുടർന്ന് അമ്മ എന്ത് ചെയ്തു? അവളുടെ പുറകെ പോയി. അപ്പൊ എന്താണ് ഇവിടെ? ഒരു കോൺവെർസേഷൻ എഴുതാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ തന്നെ നോക്കിയേ, അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഒരു ഭാഗം എഴുതാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ നോക്കിക്കേ, അത് ആരുടെ നേർക്കാണ് പോയിരിക്കുന്നത്? സാഷയുടെ അമ്മയുടെ നേർക്കാണ്. അമ്മ അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നെ അറിയാം അല്ലേ? അമ്മ എന്താ പറഞ്ഞിരിക്കുന്നേ? സാഷ ഇസ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. അത് അമ്മ പുറത്ത് എവിടെ നിന്ന് പറഞ്ഞതാ അല്ലേ? അകത്ത് മുറിയിലേക്ക് കയറി വന്നിട്ട് അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു അമ്മ പറഞ്ഞത്? നമ്മുടെ സാഷ പറയും, ഓ നോ അമ്മ, ലെറ്റ് മീ സ്ലീപ് ഫോർ എ ലിറ്റിൽ ലോങ്ങർ എന്ന് സാഷ പറയും. അപ്പൊ അമ്മ എന്ത് പറയും? ഓ നോ ഡിയർ, എന്താ? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എന്താണ്? ഓ ഇനി ഉറങ്ങാൻ പറ്റില്ല, ഇപ്പോഴേ താമസിച്ചു. അപ്പൊ അത് നമുക്കിവിടെ എഴുതാം. എന്താ എഴുതുന്നത്? നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അപ്പോൾ സാഷ എഴുന്നേറ്റ് നേരെ എങ്ങോട്ട് ഓടിയത്? ഷി സഡൻലി റാൻ ടു ദി കിച്ചൺ. അവൾ നേരെ കിച്ചണിലേക്ക് ഓടി. അവിടെ എന്തോ നടക്കുന്നത്? എന്തോ ഒരു മണം വന്നു ഇല്ലേ അവൾക്ക്? മണം അടിച്ചിട്ടാണ് അവൾ നേരെ കിച്ചണിലേക്ക് ഓടിയത്. എന്തായിരിക്കും ആ മണം? നമുക്ക് നോക്കാം. ഓ, സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇല്ലേ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക്? നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഒരുപാട് സ്നാക്സുകൾ ഉണ്ടായിരിക്കും ഇല്ലേ? ചിപ്സ്, മിക്സ്ചർ, പിന്നെന്താണ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, ടപ്പിയോക്ക ചിപ്സ്, ചീനി വറ്റൽ, ചക്ക വറ്റൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബനാന ചിപ്സ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സ്നാക്സ് ഐറ്റംസ്, പിന്നെ അതുപോലെ നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് വളരെ പ്രത്യേകമായി ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇലയുടെയും ചക്കയുടെയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമ്മുടെ സാഷയുടെ എന്തോ ഒരു ഫേവറേറ്റ് സ്നാക്കാണ് അടുക്കളയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മണം വന്നിട്ടാണ് നമ്മുടെ സാഷ ഓടിപ്പോയത്. അപ്പം അത് എന്താണെന്ന് നമുക്ക് നോക്കാം. Father was busy in the kitchen. Sasha, your favorite snack is ready, he said. Amma, shall I take some of it to school? Sasha asked. Sure, dear. Go and get ready, mother said. She went to the washroom, humming a tune. Sasha, aren't you ready yet? It was Naveen, her friend. He was waiting at the gate. Just 5 minutes. Sasha hurried up. അപ്പം എന്താണ്? സാഷ ഓടി കിച്ചണിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താണ്ടേ? ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പിക്ചർ ഇൻ ദ കിച്ചൺ. സാധാരണ അടുക്കളയിൽ നിന്ന് ജോലി എടുക്കുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് അവർ മദർ, നമ്മുടെ അമ്മമാരായിരിക്കും. പക്ഷെ ഇവിടെ ഒരു വേറിട്ട കാഴ്ചയാണ് അല്ലേ? അച്ഛനാണ് നിന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താണ്? അമ്മയോടൊപ്പം അച്ഛനും കിച്ചണൊക്കെ കൈകാര്യം ചെയ്യും, പാചകം ചെയ്യും. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യും? അമ്മയെ സഹായിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നോക്കണം കേട്ടോ ഇനി പോയി അടുക്കളയിൽ. അപ്പം എന്താണ്? സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഇസ് റെഡി, ഹി സെഡ്. അച്ഛൻ പറയാണ്, സാഷ നിന്റെ ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്താണ്? പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാഷ നോക്കിയപ്പോൾ എന്താ പലഹാരം? എന്താ പലഹാരം? നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ പലഹാരം എന്താണെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ഉണ്ണിയപ്പം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ സാഷ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ? ഞാൻ ഇതിൽ കുറച്ചെടുത്ത് സ്കൂളിൽ കൊണ്ടുപോക്കോട്ടെ? അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, ഓ ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി. പിന്നെന്താ, നീ കൊണ്ടുപോക്കോ, നിനക്ക് എത്ര വേണമെങ്കിലും നീ കൊണ്ടുപോക്കോ. ഇപ്പം നീ എന്ത് ചെയ്യുക? പോയി റെഡി ആവാൻ പറയുന്നു. ദെൻ ഷി വെന്റ് ടു ദി വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കൊക്കെ കിട്ടിയതല്ലേ? അപ്പം അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സാക്ഷിക്കുണ്ട്. അവളൊരു മൂളിപ്പാട്ടൊക്കെ പാടി നേരെ വാഷ്റൂമിലേക്ക് പോയി കുളിക്കാനായിട്ട്.
അപ്പോഴാണ് അതാ അവിടെ വെളിയിൽ ആരോ വന്ന് നിൽക്കുന്നു. ആരാ? സാഷ, ആരന്റ് യു റെഡി യെറ്റ്? ഓ, നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ട് ആരോ പുറത്ത് വന്നു. ആരാണ്? യാ, ഇറ്റ്സ് നവീൻ. അതാരാണ്? നവീനാണ്, നമ്മുടെ സാഷയുടെ ഫ്രണ്ടാണ്. ഓ, അതും കൂടെ കേട്ടപ്പോഴത്തേക്കും സാഷ പെട്ടെന്ന് റെഡി ആവാൻ തുടങ്ങി. ആൻഡ് ജസ്റ്റ് 5 minutes, ഒരു 5 മിനിറ്റ് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സാഷ പെട്ടെന്ന് റെഡി ആവാൻ തുടങ്ങി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ സാഷയും അമ്മയും അച്ഛനും ഇവിടെ നിപ്പുണ്ട്. അപ്പോ അമ്മ പറയുന്നതല്ല, നമ്മുടെ സാഷ പറയുന്ന ഒരു ഡയലോഗാണ് ഇവിടെ എഴുതേണ്ടത്. എന്തോ ഒരു ഡയലോഗ് സാഷ പറയുന്നതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പൊ സാഷ ഇവിടെ പറയുന്ന ഒരു ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഏതാണ് ആ ഡയലോഗ്? അമ്മ, ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. ആ ഒരു ഒറ്റ കാര്യം സാഷ അവിടെ പറയുന്നുള്ളൂ. അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോ അത് എഴുതി കഴിഞ്ഞു. അതിന്റെ താഴെ ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് ആ ചോദ്യം? വാട്ട് ഇസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ക്യാൻ യു മേക്ക് എ ഗസ്? നമ്മൾ ഇതുവരെ സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് ഏതാണെന്ന് കണ്ടില്ല. ബട്ട് ഞാനൊരു ഗസ് പറഞ്ഞു. എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? യാ, മേ ബി ഇറ്റ്സ് ഉണ്ണിയപ്പം. ചിലപ്പോൾ ഉണ്ണിയപ്പം ആകാം. നമുക്ക് നോക്കാം ഉണ്ണിയപ്പം ആണോ അല്ലയോ എന്നുള്ളത്. ദി സർപ്രൈസ്. എന്താ സർപ്രൈസ്? എന്തോ ഒരു സർപ്രൈസ് അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് വി ഓൾ ലൈക്ക് സർപ്രൈസസ് അല്ലേ? നമുക്ക് സർപ്രൈസസ് ഇഷ്ടമല്ലേ? നമ്മളോട് പറയാതെ നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? യാ, വി ഓൾ ലൈക്ക് സർപ്രൈസസ് ആൻഡ് വി ഓൾ ലൈക്ക് ഗിഫ്റ്റ്. സമ്മാനങ്ങൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള കുട്ടികൾ അല്ലേ? ഇവിടെ നോക്കാം എന്താണെന്ന്. ആൻഡ് സാഷ ആൻഡ് നവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ഇറ്റ് സ്മെൽസ് നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്. അപ്പോൾ നമ്മുടെ സാഷയും നവീനും ബെല്ലടിക്കുന്നതിന് മുമ്പേ സ്കൂളിലെത്തി. ബെല്ലടിക്കുന്നതിന് മുമ്പേയൊക്കെ തന്നെ സ്കൂളിലെത്തി. അപ്പോൾ നമ്മുടെ നവീന് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നവീൻ ചോദിക്കുകയാണ്, ഓ, ഇറ്റ് സ്മെൽ നൈസ്. വാട്ട്സ് ഇൻ യുവർ ബാഗ്? ഓ, നല്ല മണം. നിന്റെ ബാഗിൻ്റെ അകത്ത് എന്താ ഇരിക്കുന്നത്? ഓ, ഇറ്റ്സ് എ സർപ്രൈസ്. വെയിറ്റ് ഫോർ എ വൈൽ. എന്താ അപ്പോൾ സാഷ പറയുന്നത്? അവൾ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് ജാടയൊക്കെ ഇട്ട് പറഞ്ഞു, ഇറ്റ്സ് എ സർപ്രൈസ്. അതൊരു സർപ്രൈസ് ആണ്. ആൻഡ് വെയിറ്റ് ഫോർ എ വൈൽ. കുറച്ച് നേരം നീ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. സാഷ took out the tiffin box and opened it. അവൾ എന്ത് ചെയ്തു? ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്തു, അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്? വൗ, ഉണ്ണിയപ്പം. നവീൻ എക്സ്ക്ലെയിം. നവീൻ ഭയങ്കര അത്ഭുതമായി. എന്താ അവൾ ടിഫിൻ ബോക്സിൽ എന്താ ഉള്ളത്? ഉണ്ണിയപ്പം. ആൻഡ് എൻ്റെ ഗസ് കറക്റ്റ് ആയില്ലേ? ഞാൻ ഉണ്ണിയപ്പം ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ എന്ത് തന്നെയാണ്? വാട്ട് ഇസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്? ഇറ്റ്സ് ഉണ്ണിയപ്പം. അവളുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് ഏതാണ്? ഉണ്ണിയപ്പം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. നിങ്ങളൊന്ന് എഴുതിക്കേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഏതൊക്കെയാണെന്ന് ബുക്കിലൊന്ന് എഴുതി നോക്കിക്കേ. അപ്പം നോക്കാം. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. അപ്പോൾ സ്മെല്ല് വന്നു. പിന്നെ സ്മെല്ല് വന്നത് മാത്രമാണോ? ആൻഡ് ഷി ഓപ്പൺ ദ ടിഫിൻ. അപ്പോൾ എല്ലാവരും കണ്ടു അതിൻ്റെ അകത്ത് എന്താ ഇരിക്കുന്നത്? ഉണ്ണിയപ്പം. എല്ലാ പിള്ളേരും കൂടെ ഓടി സാഷയുടെ ചുറ്റും കൂടി. ഓ, വെയിറ്റ്, ഡോണ്ട് റഷ്, there is enough for everyone, Naveen said. At that moment, someone appeared at the window. Hey, who is that? Sasha asked. അപ്പോൾ എന്താണ്? അപ്പോൾ നവീൻ എല്ലാവരും കൂടെ ഓടിക്കൂടി. ഇപ്പോൾ നവീൻ പറഞ്ഞു, ഹേ, വെയിറ്റ്. എന്താ? എല്ലാവരും ഒന്ന് തിരക്ക് കൂട്ടല്ലേ? എന്താ ഉള്ളത്? ദിസ് is for everyone. എല്ലാവർക്കും തരാനുള്ളത് ഇതിലുണ്ട്, ആരും തിരക്ക് കൂട്ടണ്ട. അപ്പോൾ ഇവരിത് ഇങ്ങനെ കൊടുത്തുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഒരു കുട്ടി എവിടെ വന്നു? someone appeared at the window. അവരുടെ ക്ലാസ് റൂമിൻ്റെ ജനലിൻ്റെ അടുത്തായിട്ട് ഒരു കുട്ടി വന്ന് നിന്നു. ആരാ അത്? ആൻഡ് ഹൂ ഇസ് ദാറ്റ്? അവൾ ചോദിക്കുകയാണ്, ആരാ അത്? ആർക്കും അറിയില്ല. ആ കുട്ടി ആരാന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ആൻഡ് ഹൂ കുഡ് ദാറ്റ് ബി? എന്താണ്? ആരായിരിക്കും അവൾ? ഹൂ കുഡ് ദാറ്റ് ബി? നമുക്കും അറിയില്ലേ? ചിലപ്പോൾ ആ സ്കൂളിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും ക്ലാസ്സിലെ കുട്ടിയാവാം, ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആവാം, ഇല്ലേ? പുറത്തുനിന്ന് കാണാൻ കയറി വന്നത് ആരെങ്കിലും ആവാം. ആൻഡ് വി ഡോണ്ട് നോ ഹൂ ഇസ് ദാറ്റ്. നമുക്ക് ഇനി വരുന്ന പാഠഭാഗങ്ങളിൽ അത് ആരാണെന്ന് മനസ്സിലാക്കാം. താങ്ക് യു.